الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما ذلكم الشيطان يخوف أولياءه فلا تخافوهم أخافوني إن كنتم مؤمنين صدق الله العظيم ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പടച്ചവന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വേണം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മുന്നോട്ടു പോകാൻ എന്ന കാര്യം അങ്ങേയറ്റത്തെ ഗൗരവത്തോടെ എന്നാൽ അതീവ വിനയത്തോടെ ആദ്യമേ എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. ജീവിതത്തിൽ യഥാർത്ഥ മുത്തഖീങ്ങളായി പുലരാനും ഒടുവിൽ അല്ലാഹുവിനുള്ള അനുസരണത്തിന്റെ അവസ്ഥയിൽ അഥവാ മുസ്ലിം ആയിരിക്കുന്ന അവസ്ഥയിൽ അവനിലേക്ക് മടങ്ങാനുമുള്ള തൗഫീഖ് മഹാഭാഗ്യം തന്ന് അല്ലാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. വംശീയ ഫാഷിസം പത്തി വിടർത്തി ആടിക്കൊണ്ടിരിക്കുന്ന സമകാലിക സാഹചര്യങ്ങളിൽ സുവ്യക്തവും സുദൃഢവും പ്രമാണബദ്ധവുമായ നിലപാടുകളിലൂടെയല്ലാതെ നമുക്ക് മുന്നോട്ടു പോവുക പ്രയാസമാണ്. നിലപാടുകളുടെ നാൽക്കവലയിൽ ഒരപരിചിതനെ പോലെ നിൽക്കുകയാണ് പലരും. എങ്ങോട്ടാണ് പോകേണ്ടത് എന്നറിയാത്ത, ഏത് നിലപാടാണ് എടുക്കേണ്ടത് എന്ന് കുഴഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളിൽ നിന്ന് വരുന്ന പ്രസ്താവനകൾ, പ്രതികരണങ്ങൾ പലപ്പോഴും അതിൽ
ഒരുതരം ഭയത്തിന്റെ നിഴൽപ്പാടുകൾ കാണുകയാണ്. നമ്മൾ ആരെയോ എന്തിനെയോ ഭയക്കുന്ന പോലെ നമ്മുടെ ഈ ഉൾഭയത്തെ വിശുദ്ധ ഖുർആനിന്റെ മഹനീയമായ ദൈവിക വചനങ്ങളുടെ ഉള്ളിൽ വെച്ച് സ്വയം വിശകലനം ചെയ്യാൻ വിശ്വാസികൾക്ക് ബാധ്യതയുണ്ട്. നമ്മൾ എന്തിനെയാണ്, ആരെയാണ് ഭയക്കുന്നത്? ഈ ഭയത്തിന്റെ വക്താക്കളായി യഥാർത്ഥത്തിൽ ജീവിക്കുന്ന ഒരു വിഭാഗമാണോ പരിശുദ്ധ ഖുർആനിൽ നമ്മൾ? ഞാൻ ഏതാനും ആയത്തുകൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ ആവർത്തിക്കുകയാണ്. ആവർത്തനം എന്നത് ഒരു കുറ്റകൃത്യമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചു കൊള്ളട്ടെ. എന്ന് മാത്രമല്ല, ആവർത്തനം ഒരു സുന്നത്ത് കൂടിയാണ് ഇസ്ലാമിൽ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ജനങ്ങളോടൊരു കാര്യം പഠിപ്പിക്കുമ്പോൾ പറയുമ്പോൾ 3 തവണ ആവർത്തിക്കാറുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് ചിലത് നമ്മൾ ആവർത്തിക്കണം, ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. വിശുദ്ധ ഖുർആൻ എന്നെയും നിങ്ങളെയും നിർഭയത്വത്തിന്റെ, മനസ്സമാധാനത്തിന്റെ വിശാലമായ ഒരു അമൂല്യമായ ഒരു ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് എങ്ങനെ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. വാസ്തവത്തിൽ നമ്മൾ ഭയത്തിന്റെ ബീജങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എത്തിച്ചേരുന്നത് ഒന്നാമത്തെ മനുഷ്യന്, ഭൂമിയിലേക്ക് താമസിക്കാൻ വന്ന ഒന്നാമത്തെ മനുഷ്യനോട്, അഥവാ ലോകാവസാനം വരെയുള്ള മനുഷ്യ സമുദായത്തോട് അള്ളാഹുവിന്റെ ഫസ്റ്റ് മെസ്സേജ്, പ്രഥമമായ മൗലികമായ സന്ദേശം. ആ സന്ദേശത്തിൽ ഭയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഭയമുക്തിയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം അൽ-ബഖറ 38-ാമത്തെ വചനം നിങ്ങൾക്കെല്ലാം അറിയാം. സ്വർഗവാസം കഴിഞ്ഞ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഭൂമിയിലേക്ക് പോകുന്നു മനുഷ്യൻ. അങ്ങനെ പോകുമ്പോൾ റബ്ബിന്റെ ഒന്നാമത്തെ പാഠം ഇസ്ലാമിന്റെ മനുഷ്യരോടുള്ള മൗലികമായ സന്ദേശം, ഖുൽ അഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് പോണം. നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള അധിവാസം ഭൂമിയിലാണ്. അങ്ങനെ നിങ്ങൾ ഭൂതലത്തിൽ ജീവിച്ചു തുടങ്ങുമ്പോ എങ്ങനെ ജീവിക്കണം എന്നതിനെ സംബന്ധിച്ച് എന്നിൽ നിന്നൊരു സന്മാർഗത്തിന്റെ, ഒരു ഹുദയുടെ ഒരു വെളിച്ചം, ഒരു പ്രമാണം, ഒരു പ്രകാശം വന്നു കിട്ടും. ഫമൻ തബിഅ ഹുദായ, എന്റെ ആ പ്രമാണത്തെ, എന്റെ ആ പ്രകാശത്തെ, എന്റെ ആ സന്മാർഗ പദ്ധതിയെ, ഞാൻ പറയുന്ന ആ ജീവിതക്രമത്തെ ആര് പിന്തുടരുന്നുവോ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നന്നായി നമ്മൾ മനസ്സിലാക്കണം, അവർക്ക് ഭയ ദുഃഖമുക്തമായ ജീവിതം. അല്ലാഹു പറയുന്നു പരിശുദ്ധ ഖുർആനിൽ, അവർ ഭയ ദുഃഖമുക്തമായ ജീവിതം. ഫലാ ഖൗഫുൻ അലൈഹിം, അവരുടെ മേൽ ഒരു ഖൗഫുമില്ല.
അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. അപ്പോൾ നമ്മുടെ ഭയത്തിന്റെ ബീജങ്ങൾ എവിടെയാണ് പൊട്ടിമുളച്ച് വളർന്നു വലുതായി എന്റെയും നിങ്ങളുടെയും ഉമ്മത്തിന്റെയും ജീവിതത്തെ തന്നെ തകരാറിലാക്കി നിൽക്കുന്നത് എന്നത് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. വിശുദ്ധ ഖുർആൻ നൽകുന്ന ഈ പ്രമാണത്തിന്റെ ദൈവിക വചനത്തിന്റെ ഉള്ളിൽ വെച്ച് നമുക്ക് നമ്മെ പരിശോധിക്കണം. എന്തുകൊണ്ടാണ് സാമുദായിക ജീവിതത്തിൽ ഈ ഭയപ്പാട് കടന്നു വരുന്നത്? ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹി. ഫമൻ തബിഅ ഹുദായ, അല്ലാഹുവിൽ നിന്ന് ലഭിച്ച ഈ സന്മാർഗത്തിന്റെ പ്രകാശത്തെ പിന്തുടരുന്നിടത്ത്, ഇത്തിബാ ചെയ്യുന്നിടത്ത് വീഴ്ചകൾ വരുന്നുണ്ടോ? അതാണോ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമുക്ക് നിൽക്കാൻ കഴിയാതെ പോകുന്നത്? ജീവിതത്തിന്റെ ചടുലവും ചലനാത്മകവുമായ മേഖലകളിൽ നിന്ന് അല്ലാഹുവിന്റെ ഈ ഹിദായത്തിനെ നമ്മൾ ഒഴിച്ചു നിർത്തിയിട്ടുണ്ടോ? യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു സൂക്തമാണ്. നിങ്ങൾ അല്ലാഹുവിന്റെ അനുസരണത്തിലേക്ക് സമ്പൂർണമായി കടക്കണം. അങ്ങനെ കടക്കാതെ ചില മേഖലകളെ നിങ്ങൾ കൊട്ടിയടച്ച് മാറ്റിവെക്കുമ്പോൾ ആ കൊട്ടിയടച്ച് മാറ്റിവെക്കപ്പെട്ട മേഖലകളിൽ കടന്നു കയറുന്നത് ആരാ? എന്നാണ് ആയത്തിന്റെ രണ്ടാം ഭാഗം. വലാ തത്തബിഉ ശൈത്താൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്ലാഹുവിനും റസൂലിനും അഥവാ അല്ലാഹുവിന്റെ ഹിദായത്തിന് ഹുദക്ക് പ്രവേശനം കൊടുക്കാതെ മാറ്റിവെച്ച മേഖലകളിൽ, ആ സ്പേസുകളിൽ വന്നിരിക്കുന്നത് പിശാചായിരിക്കും. നിങ്ങൾ ആരാധനകൾ അല്ലാഹുവിന് നൽകുന്നു, കച്ചവടം മുതലാളിത്തത്തിന് നൽകുന്നു, രാഷ്ട്രീയം വംശവെറിയന്മാർക്ക് നൽകുന്നു, രാഷ്ട്രീയം അധിനിവേശ ശക്തികൾക്ക് നൽകുന്നു, രാഷ്ട്രീയം വർഗീയത എഴുതി കൊടുക്കുന്നു. നിങ്ങളുടെ കുടുംബജീവിതം ആരാധനകൾ നിങ്ങൾ അല്ലാഹുവിന് നൽകുന്നു. കുടുംബജീവിതം ഏതൊക്കെയോ തോന്യാസങ്ങൾ എഴുതി വെച്ച പടിഞ്ഞാറിന്റെ സന്തതികൾ എഴുതി വെച്ച തോന്യാസ ദർശനങ്ങൾക്ക് നൽകുന്നു. നിങ്ങൾ ലിബറലിസത്തിന് നൽകുന്നു. നിങ്ങളെ മക്കളെ വളർത്തുന്നിടത്ത്, അവരുടെ വസ്ത്രം തീരുമാനിക്കുന്നിടത്ത് റബ്ബിനെയും റസൂലിനെയും മാറ്റി നിർത്തുന്നു. ഈ പറഞ്ഞ ലിബറലിസത്തിന്റെ ആചാര്യന്മാരെ സ്വീകരിക്കുന്നു. എന്റെ പോയിന്റ് പ്രിയമുള്ളവരെ വളരെ ലളിതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തിന് നൽകിയ ഒന്നാമത്തെ ഉത്തരവിൽ മൗലികമായി ഇസ്ലാമിന്റെ സന്ദേശമായി പറഞ്ഞത് ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം എന്നാണ്. എന്റെ ഈ ദൂതന്മാരിലൂടെ വേദങ്ങളിലൂടെ നിങ്ങൾക്ക് വന്നു കിട്ടുന്ന ഈ സന്ദേശത്തെ, ഈ ഹുദയെ, ഈ പ്രമാണത്തെ, ഈ പ്രകാശത്തെ നിങ്ങൾ പിന്തുടർന്നാൽ നിങ്ങൾക്ക് ഭയദുഃഖമുക്തമായ ജീവിതം. അപ്പൊ നമുക്ക് ഭയം പിടികൂടുന്നുണ്ടെങ്കിൽ അതിന്റെ നേർക്ക് നേരെയുള്ള അർത്ഥം എന്താ? നമ്മൾ ആ ഹിദായത്തിനെ ചില മേഖലകളിൽ വലിച്ചെറിയുന്നു എന്നത് ഗൗരവത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വിശേഷിച്ചു നമ്മൾ സ്വയം വിമർശനമായി ആത്മപരിശോധനയായി നടത്തേണ്ടതാണ് എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, അപ്പോൾ ഭയം വരുന്ന മേഖല ഹിദായത്തിനെ പിന്തുടരായ്മയുടെ പ്രശ്നത്തിൽ നിന്നാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂചന നൽകുകയാണ്. ആ ഹിദായത്തിന്റെ വിപരീത ദിശയിൽ വരുന്ന കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് പേടി പിടികൂടണം. ആലോചിച്ച് നോക്കൂ, വിശുദ്ധ ഖുർആനിൽ ഇപ്പൊ ഈ പ്രത്യേക സാഹചര്യത്തിൽ നമുക്കെല്ലാം നല്ല ശ്രദ്ധയുള്ള ഒരു ആയത്തുണ്ടല്ലോ. അൽ-ബഖറയിലെ 114-ാമത്തെ വചനം പള്ളിപൊളിയന്മാരെ കുറിച്ച് പറഞ്ഞ ഒരു സൂക്തമാണ്. ومن أظلم ممن منع مساجد الله أن يذكر فيها اسمه وسعى في خرابها
ഉലൈക മാ കാന ലഹും അൻ യദ്ഖുലൂഹാ ഇല്ലാ ഖായിഫീൻ ലഹും ഫിദ് ദുനിയാ ഖിസ്യുൻ വലഹും ഫിൽ ആഖിറതി അദാബുൻ അലീം വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അൻ യുദ്കറ ഫീഹി ഇസ്മു. അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ, മസ്ജിദുകളിൽ അല്ലാഹുവിന്റെ നാമം അനുസ്മരിക്കപ്പെടുന്നതിനെ വിലക്കുന്നവർ, തടയുന്നവർ, സുജൂദ് ചെയ്യാൻ സമ്മതിക്കാത്തവർ, അല്ലാഹു പറയുകയാണ്, അല്ലാഹുവിന്റെ നാമം അനുസ്മരിക്കപ്പെടാൻ അവസരം കൊടുക്കാത്തവരും ആ ദൈവിക ഭവനങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ, ഉലൈക മാ കാന ലഹും അൻ യദ്ഖുലൂഹാ ഇല്ലാ ഖായിഫീൻ, അവരങ്ങോട്ട് കയറാൻ പാടില്ല, അല്ലാഹുവിന്റെ ഭവനങ്ങളിലേക്ക് കയറാൻ പാടില്ല. അഥവാ കയറുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കിക്കൊള്ളണം, അവർ പേടിച്ചുകൊള്ളണമെന്ന് അല്ലാഹു പറയുന്നു. അപ്പൊ പേടിക്കേണ്ടതാരാ? പള്ളിയിൽ നിസ്കരിക്കുന്നവരല്ല പേടിക്കേണ്ടത്, നിസ്കാരം അനുവദിക്കാത്തവരാണ്. പള്ളി നിർമ്മിച്ചവരല്ല പേടിക്കേണ്ടത്, പള്ളി പൊളിക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് ഈ ഭയപ്പാടിന്റെ കാര്യത്തിൽ ഇങ്ങനെ അട്ടിമറി സംഭവിച്ചു പോകുന്നത്? വളരെ ഗൗരവത്തിൽ നമ്മൾ പരിശോധിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ലഹും ഫിദ് ദുനിയാ ഖിസ്യുൻ വഫിൽ ആഖിറതി അദാബുൻ അലീം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ പ്രിയമുള്ളവരെ? ബാബരി മസ്ജിദിന്റെ തകർച്ചാരിലൂടെ സംഭവിച്ചോ? അവർ മാത്രമല്ല, ഈ രാജ്യമൊന്നടങ്കം ലോകവേദികളിൽ മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ നാണം കെട്ട് അപമാനിക്കപ്പെട്ട് നിന്ദ്യരായി തലകുനിച്ചു നിൽക്കേണ്ടി വന്നില്ലേ? അതിൽ നേതൃത്വം കൊടുത്ത ആളുകളുടെ വ്യക്തി ജീവിതം, കുടുംബജീവിതം പരിശോധിച്ചു നോക്കൂ. ആ ഹീനമായ കൃത്യം അതിനെ ഖറാബാക്കാൻ ശ്രമിച്ച, വീരസ്ഥിതി കാണിച്ച ആളുകളുടെ ജീവിതമൊന്ന് നിങ്ങൾ പിൽക്കാല ജീവിതം പരിശോധിച്ചു നോക്കൂ. അതിന് മൗനാനുവാദം നൽകിയ, അരിതെന്ന് പറയേണ്ട സന്ദർഭത്തിൽ 14 ഭാഷകൾ അറിയുന്ന ഒരാൾ, രാജ്യത്തിന്റെ ചെങ്കോൽ പിടിച്ച ഒരാൾ, അഴീക്കോടിന്റെ ഭാഷയിൽ പറഞ്ഞാൽ 14 ഭാഷകളിലും അയാൾ മൗനം പാലിച്ചു. His resolution is the resolution of irresolutions എന്ന് പറഞ്ഞു. അഴീക്കോട് മാഷ് പറഞ്ഞതാണ്. അവരൊക്കെ അപമാനിക്കപ്പെട്ടു. ഇന്നും അതിന്റെ നേതൃത്വങ്ങൾ അപമാനിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അല്ലാഹു പറയുകയാണ്, ലഹും ഫിദ് ദുനിയാ ഖിസ്യുൻ, ദുനിയാവിൽ നിന്ദ്യത അവർക്ക് വെച്ചിട്ടുണ്ട്. വഫിൽ ആഖിറതി അദാബുൻ അലീം, നാളെ കഠിനമായ അദാബ് പരലോകത്തും വരാനിരിക്കുന്നു. ഞാൻ പറഞ്ഞത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. അല്ലാഹുവിന്റെ ഹിദായത്തിന് എതിരെ വരുന്ന വഴികളിൽ പോകുന്നവർ, അവരാണ് യഥാർത്ഥത്തിൽ പേടിക്കേണ്ടത്, അല്ലാതെ വിശ്വാസികളല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പേടി നമുക്കും സന്തോഷം അവർക്കും. നമ്മുടെ ജീവിതമാണ് നമ്മൾ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് എന്നാണ് സൂചിപ്പിച്ചതിന്റെ ചുരുക്കം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യഥാർത്ഥത്തിൽ ലോകത്തെ ഭയപ്പെടുത്തുന്നതാരാണ്? ഭയപ്പെടുത്തുമ്പോൾ ഭയപ്പെടുന്നവരാരാണ്? വിശുദ്ധ ഖുർആനിലേക്ക് നോക്കൂ. ഉഹദ് യുദ്ധത്തിന് ശേഷം നടന്ന ചില സംഭവ പരമ്പരകൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികൾ പരീക്ഷണിതരായ, തിരിച്ചടികളേറ്റ വമ്പിച്ച പരീക്ഷണമായി തീർന്ന ഉഹദിന് ശേഷം വീണ്ടും വിശ്വാസികളെ വിളിക്കുകയാണ്. ഏറ്റവും വലിയ കഷ്ടപ്പാടിന്റെ, ത്യാഗത്തിന്റെ ഒരു റോളിലേക്ക് വിളിക്കുന്നു. الذين استجابوا لربهم الذين استجابوا لله والرسول ഖുർആൻ പറഞ്ഞു. അങ്ങനെ അല്ലാഹുവിനും റസൂലിനും ആ സന്ദർഭത്തിലും പരീക്ഷണിതാവസ്ഥയിലും ഉത്തരം നൽകി ചെന്ന ആളുകളുണ്ടല്ലോ, അവരെ അല്ലാഹു പ്രകീർത്തിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ആ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരെ പേടിപ്പിക്കാൻ ശ്രമിച്ചവരെ, الذين قال لهم الناس
ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഇതൊക്കെ പ്രിയമുള്ളവരെ ഇന്നലെ നടന്ന കാര്യങ്ങളാണ്. ഏതോ പുരാണത്തിലോ ഇതിഹാസത്തിലോ ഐതിഹ്യത്തിലോ ഉള്ള കാര്യങ്ങളല്ല. ചരിത്രത്തിന്റെ പൂർണ്ണ വെളിച്ചത്തിൽ ഇന്നലകളിൽ നടന്ന സത്യങ്ങളാണ്. വിശുദ്ധ ഖുർആനാണത് പറഞ്ഞു തരുന്നത്. നിങ്ങൾ പേടിക്കണം കേട്ടോ. എല്ലാവരും നിങ്ങൾക്കെതിരാണ്. എല്ലാവരും നിങ്ങൾക്കെതിരാണ്. ഞാൻ വ്യാഖ്യാനിക്കേണ്ടതില്ല, നിങ്ങൾക്കറിയാം. മൊത്തം സീനൊക്കെ നിങ്ങൾക്കെതിരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ലേശം പേടിക്കണം എന്ന് പ്രചരിപ്പിച്ചപ്പോൾ അള്ളാഹ് പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, അടുത്ത ആ വാക്ക് അതെന്നെയും നിങ്ങളെയും തിരിച്ചറിവിന്റെ ഒരു എവറസ്റ്റിലേക്ക് നയിക്കേണ്ട വാക്കാണ്. പേടിയോ? ഫസാദഹും ഈമാനാ. ആ ഭീഷണി കേട്ടപ്പോൾ അവരുടെ ഈമാൻ വർദ്ധിച്ചു. എന്തൊരു മനോഹരമായ, അപൂർവമായ, അമൂല്യമായ, എന്തൊരു മഹത്വത്തിന്റേതായ ഒരു നിലവാരത്തിലായിരുന്നു അവർ. ഫസാദഹും ഈമാനാ. എല്ലാരും നിങ്ങൾക്കെതിരെ സംഘടിച്ചൊറ്റ മുന്നണിയായി വരുന്നു എന്ന് കേൾക്കുമ്പോൾ, ഒരു സംഘപരിവാരമായി വരുമ്പോൾ എന്ന് പേടിപ്പിക്കുമ്പോ അവർ പ്രതികരിച്ചൊന്നുമല്ല. ഫസാദഹും ഈമാനാ. വിശുദ്ധ ഖുർആൻ ആദ്യം പറഞ്ഞ വാക്കതാണ്. അവരുടെ ഈമാൻ വർദ്ധിച്ചു. അവർ പറഞ്ഞു വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അല്ലാഹ് മതി, ഞങ്ങൾക്ക് അല്ലാഹ് മതി, ഞങ്ങളുടെ വക്കീലാക്കാൻ ഏറ്റവും ഉത്തമൻ അവനാകുന്നു എന്ന് പ്രിയമുള്ളവരെ അവര് പ്രതികരിക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ വിശ്വാസികളെ പേടിപ്പിക്കാൻ ശ്രമിച്ചവരെ കുറിച്ച് പറഞ്ഞ വാക്കാണ് ഞാൻ ആമുഖമായി പാരായണം ചെയ്ത ആലി ഇംറാനിലെ 175-ാമത്തെ വചനം. റബ്ബ് പറയുകയാണ്, ആരാണ് യഥാർത്ഥത്തിൽ ആ പേടിപ്പിക്കണമെന്നറിയോ? ചരിത്രത്തിന്റെ ഈ അപൂർവ സന്ദർഭത്തിൽ, ഈ നിർണായകമായ നിമിഷങ്ങളിൽ എനിക്കും നിങ്ങൾക്കും വിശ്വാസികൾക്ക് തിരിച്ചറിയാൻ കഴിയണം. നിങ്ങളുടെ മുമ്പിൽ വന്നത് ആരോ ആയിക്കോട്ടെ, ഏത് സംവിധാനമായിക്കോട്ടെ, റബ്ബ് പറയുകയാണ് ഇന്നമാ ദാലികുമുശ് ശൈത്താൻ. അത് ശൈത്താനാണ്, പിശാചാണ്. അവനാണ് നിങ്ങളെ പേടിപ്പിക്കുന്നത്. അബൂ സുഫിയാൻ അന്ന് പേടിപ്പിച്ചെങ്കിൽ, അബൂജഹലുമാരെന്ന് പേടിപ്പിച്ചെങ്കിൽ, എല്ലാ സംവിധാനങ്ങളും കൂടി നിങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നുവെങ്കിൽ നിങ്ങൾ അറിയണം, ഇന്നമാ ദാലികുമുശ് ശൈത്താൻ. അത് പിശാചിന്റെ പണിയാണ്. അവൻ പേടിപ്പിക്കുകയാണ്. പക്ഷെ ആ പേടിയിൽ വീഴുന്നതാണെന്നറിയോ? അത് തൊട്ട് വന്ന പരാമർശത്തിൽ നിന്ന് വ്യക്തമാണ്. യുഖവ്വിഫു ഔലിയാഅഹു. യുഖവ്വിഫു ഔലിയാഅഹു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാർ കണ്ണും കൽബും തുറന്ന് കേൾക്കണം. അല്ലാഹ് പറയാണ് യുഖവ്വിഫു ഔലിയാഅഹു. അവൻ അവന്റെ ഔലിയാക്കന്മാരെ പേടിപ്പിക്കുകയാണ്. എന്നുവെച്ചാൽ ശൈത്താൻ പേടിപ്പിക്കുകയാണ്. ശൈത്താൻ അങ്ങനെ പേടിപ്പിക്കുമ്പോൾ പേടിക്കുന്നതാരാ? അവന്റെ ഔലിയാക്കന്മാരാണ്, അവന്റെ മിത്രങ്ങളാണ്, വിശ്വാസികളല്ല. വിശ്വാസികളുടെ അവസ്ഥ പറഞ്ഞല്ലോ, ഫസാദഹും ഈമാനാ. ഈമാനും തവക്കലുമാണ് അവർക്കുണ്ടാവുക. ഇവര് ആരാ? സമുദായത്തിലുള്ള ശൈത്താന്റെ അനുയായികൾ. ആരാണ് പിശാചിന്റെ പിന്നാലെ പോകുന്നവർ? ആരാണ് ശൈത്താന്റെ ഔലിയാക്കൾ? വളരെ കൃത്യമാണ്, സ്പഷ്ടമാണ്, വ്യക്തമാണ്. അത് മുനാഫിക്കുകളാണ്. മുനാഫിക്കുകളാണ്. നിങ്ങൾ മുസ്ലിം നാമങ്ങൾ കേൾക്കുന്നു, അറബി പേരുകൾ വായിക്കുന്നു, ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ സമുദായത്തിന് നൽകുന്നവരെ കുറിച്ച് നിങ്ങൾ കാണുന്നു. പ്രിയമുള്ളവരെ, അവര് ശൈത്താന്റെ മിത്രങ്ങളാണ്. ആ ശൈത്താന്റെ മിത്രങ്ങൾക്കാണ് ആ പേടി കൊടുക്കുന്നത്. അല്ലാതെ മുഖ്ലിസീങ്ങളായ മുവഹിദീങ്ങളായ ഒരു മുഅ്മിനിനും അത്തരം സംഗതികൾ കൊണ്ട് പേടി ഉണ്ടാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുക മാത്രമല്ല പ്രിയമുള്ളവരെ,
അമ്പിയാക്കന്മാരുടെ ചരിത്രം വിശദീകരിച്ചത് ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. നമ്മൾ പലപ്പോഴും ചർച്ചക്കെടുത്തിട്ടുണ്ട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെ പ്രബോധനം സാഹിറുകൾ പറഞ്ഞില്ലേ, ലൻ നുസിറക അലാ മാ ജാഅനാ മിനൽ ബയ്യിനാതി വല്ലദീ ഫതറനാ ഫഖുൽ മാ അൻത ഖാദിൻ ഇന്നമാ തഖ്ലി ഹാദിഹിൽ ഹയാത്ത ദുനിയ. ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു, തുറന്നു പറഞ്ഞു. എന്ത് പറഞ്ഞപ്പോഴാണ് ഫിറഔൻ പറയുന്നത്, നിങ്ങളുടെ കൈയും കാലും പരസ്പര വിരുദ്ധമായി ഛേദിച്ചു കളയും, എന്നിട്ട് നിങ്ങളെ കുരിശിലേറ്റും ക്രൂശിച്ചു കൊല്ലും എന്ന് പറഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത്, ലൻ നുസിറക അലാ മാ ജാഅനാ മിനൽ ബയ്യിനാതി വല്ലദീ ഫതറനാ. ഞങ്ങളെ പടച്ചവനേക്കാൾ, ഞങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു കിട്ടിയ യാഥാർത്ഥ്യങ്ങളെക്കാൾ ഫറോവ നിനക്ക് ഞങ്ങൾ സ്ഥാനം നൽകുകയോ, അത് കഴിഞ്ഞ നിമിഷം വരെയുള്ള ഞങ്ങളുടെ അവസ്ഥയായിരുന്നു. ഇപ്പൊ ഞങ്ങൾ മുഅ്മിനുകളാണ്. ഫഉൽഖിയ അസ്സഹറതു സാജിദീൻ ആമന്നാ ബിറബ്ബി മൂസ വഹാറൂൻ. ഈമാൻ ഉള്ളിലേക്ക് കയറിയപ്പോൾ അവരുടെ വ്യക്തിത്വം സമൂലം മാറി എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് ബോധ്യമാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറഞ്ഞു, ഭയപ്പെടുത്തുന്നവൻ പിശാചും ആ ഭയപ്പെടുത്തലിൽ വീണുപോകുന്നവൻ അവന്റെ മിത്രങ്ങളുമാണ്. വലാ തഖാഫൂഹും അഖാഫൂനി ഇൻ കുന്തും മുഅ്മിനീൻ. അതുകൊണ്ട് നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ അവരെ പേടിക്കരുത്, നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു സ്വയം പരിശോധന. ഭയത്തിന്റെ ബീജങ്ങൾ എവിടെ നിന്ന് മുളക്കുന്നു, എവിടെയൊക്കെ വളരുന്നു, അത് വളർന്ന് പന്തലിക്കുന്നു, അത് നമ്മുടെ വ്യക്തിത്വത്തെ നശിപ്പിക്കുന്നു, അത് നമ്മുടെ സ്വത്വത്തെ തകർക്കുന്നു, അത് നമ്മുടെ ഇസ്സത്തിനെ ഇല്ലാതാക്കുന്നു എന്നീ സമുദായം ശരിയായി തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് മാത്രമാണ്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഭയജനകമായ സാഹചര്യങ്ങൾ, അരക്ഷിതാവസ്ഥകൾ, അത് ശാശ്വതമായിട്ട് ഇല്ലാതാക്കാൻ നമുക്ക് വല്ലതും ചെയ്യാനുണ്ടോ? വിശുദ്ധ ഖുർആൻ പറയുന്നത് ചെയ്യാനുണ്ട് എന്നാണ്. നിങ്ങൾക്കെല്ലാം അറിയുന്ന ആയത്ത് വിശുദ്ധ ഖുർആൻ 24-ാം അധ്യായം സൂറത്തുൻ നൂർ 55-ാമത്തെ വചനം റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ വളരെ സ്പഷ്ടമായി പറഞ്ഞു, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫൽ ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന യഅബുദൂനനി ലാ യുശ്രികൂന ബി ശൈഅ. അല്ലാഹു പറയാണ്, അല്ലാഹു വാക്ക് നൽകിയിരിക്കുന്നു. അല്ലാഹു വാക്ക് നൽകി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരൻ വാക്ക് നൽകി എന്ന് പറയുന്ന പോലെയല്ല, അത് പാലിച്ചിരിക്കും. വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത്. ആർക്കാണ് വാക്ക് നൽകുന്നത്? നേരത്തെ പറഞ്ഞ ആരോ പേടിപ്പിക്കുമ്പോൾ പേടിച്ചു പോകുന്ന മുനാഫിക്കുകൾക്കല്ല, മുഅ്മിനുകൾക്ക്, മുവഹ്ഹിദുകൾക്ക്. എന്താണ് അവരുടെ പ്രത്യേകത? അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത്. ഈമാൻ ഉണ്ടാവുകയും ആ ഈമാനിന്റെ, ഇസ്ലാമിന്റെ താല്പര്യങ്ങൾ, ഇസ്ലാം താല്പര്യപ്പെടുന്ന മേഖലകളിൽ ആക്ടിവിസം നടത്തുകയും ചെയ്യുന്നവരാരോ അവർ. അതാണ് വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത്. ഈമാനും അമലുസ് സാലിഹാത്ത് എന്ന് പറഞ്ഞാൽ ഈമാനിന്റെ താല്പര്യങ്ങൾ ആവശ്യപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ നിരതരാകുന്നവർ. അന്ന് നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും മാത്രമല്ല, പ്രിയമുള്ളവരെ, അത് ആ ഈമാനും ഇസ്ലാമും താല്പര്യപ്പെടുന്ന, ആദർശം താല്പര്യപ്പെടുന്ന മേഖലകളിൽ ആക്ടിവിസം നടത്തുന്ന. ഇതാ അതൊരാൾക്ക് വെളിച്ചം കൊടുക്കലാവാം, ഒരാൾക്ക് സാമ്പത്തിക സഹായം ചെയ്യലാവാം, ഒരുപക്ഷെ സാമൂഹ്യ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരുപക്ഷെ ഒരു ബഹുജന റാലിയിൽ പങ്കെടുക്കുന്നതാവാം, എഴുതുന്നതാവാം, പ്രസംഗിക്കുന്നതാവാം. അല്ലാഹുവിന്റെ ദില്ലി തകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉല്യ. അല്ലാഹുവിന്റെ കലിമത്തിനെ ഉയർത്താൻ വേണ്ടിയുള്ള സകല പരിശ്രമങ്ങളും
അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് അല്ലാഹു വാക്ക് നൽകുന്നു. എന്താ വാക്ക്? ലയസ്തഖ്ലിഫന്ന 3 കാര്യങ്ങൾ പറഞ്ഞു. ഇസ്തിഖ്ലാഫ്, തംകീൻ, തബ്ദീൽ. ഒന്നാമത്തെ സംഗതി ഇസ്തിഖ്ലാഫ് അല്ലാഹു നൽകും. ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർള്, ഭൂമിയിൽ അല്ലാഹു ഖിലാഫത്ത് നൽകും. ഭൂമിയിൽ അല്ലാഹു ഖിലാഫത്ത് നൽകും. അതിനപ്പുറത്ത് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ ഭൂമിയിൽ അല്ലാഹുവിന്റെ അടിയാറുകൾക്കിടയിൽ നിങ്ങൾ അവരെ നയിക്കുന്നവരായി നിങ്ങൾ മാറും. അല്ലാഹുവിന്റെ പ്രാതിനിധ്യം നിങ്ങൾക്ക് ലഭിക്കും. ആ പ്രാതിനിധ്യത്തിന്റെ രാഷ്ട്രീയ രൂപമടക്കം മഹാന്മാരായ തഫ്സീറിന്റെ ഉലമാ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇസ്തിഖ്ലാഫ്. രണ്ടാമത് പറഞ്ഞു തംകീനാണ്. നിങ്ങൾക്ക് അവൻ തൃപ്തിപ്പെട്ട് ഏകിയ ദീനുണ്ടല്ലോ, ആ ജീവിതക്രമത്തെ അവൻ സൗകര്യപ്പെടുത്തി സ്ഥാപിച്ച് നിങ്ങൾക്ക് നൽകും. മൂന്നാമത് പറഞ്ഞു തബ്ദീൽ. അല്ലാഹു പറയുകയാണ്, ഈ അരക്ഷിതാവസ്ഥകൾക്ക് ശേഷം സുരക്ഷിതത്വത്തിന്റേതായ, ശാന്തിയുടേതായ ഒരു സാഹചര്യം, സാമൂഹ്യ സാഹചര്യം അല്ലാഹു ഉണ്ടാക്കി തരും. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന. ഈ ഭയജനകമായ അരക്ഷിതമായ സാമൂഹ്യാവസ്ഥകൾ മാറ്റി സാമൂഹികമായ സുരക്ഷിതത്വം നിങ്ങൾക്ക് അല്ലാഹു പ്രദാനം ചെയ്യും. യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈഅ. അവർ എനിക്ക് വഴങ്ങും, എനിക്ക് മാത്രം വഴങ്ങുന്നവരായിരിക്കും. അവർ എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്ത, ശിർക്കിന്റെ അംശലേശം പോലുമില്ലാത്ത ആളുകളായിരിക്കും അവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏത് സാഹചര്യത്തിലാണ് അല്ലാഹു ഇത് പറഞ്ഞത്? ഹിജാസിൽ പോലും ഇസ്ലാമിന് വേരുണ്ടായിരുന്നില്ല, ആധിപത്യം ഉണ്ടായിരുന്നില്ല എന്ന ഒരു കാലഘട്ടത്തിൽ, സാമൂഹ്യ രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് ഈ പറയുന്നത്. പറഞ്ഞത് റബ്ബാണ്, അത് പാലിച്ചിരിക്കും. അബൂബക്കറിന്റെ കാലം, ഉമറിന്റെ കാലം, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലം ഇസ്ലാമിക സാമ്രാജ്യം എന്തുമാത്രം വികസിച്ചു എന്ന്, അവരെ അല്ലാഹു എങ്ങനെ ഖലീഫമാരാക്കി എന്ന്, അവർക്കെങ്ങനെ അല്ലാഹു സുരക്ഷിതത്വം നൽകിയെന്ന്, അല്ലാഹുവിന്റെ ദീൻ എങ്ങനെ മനോഹരമായി ലോകത്തിൽ സ്ഥാപിച്ചു എന്ന്, അത് ഏഷ്യയിലും ആഫ്രിക്കയിലും അടക്കം സ്ഥാപിച്ചു എന്ന് ചരിത്രം നമ്മോട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഭയത്തിന്റെ ബീജങ്ങൾ എവിടെ മുളച്ചു വളരുന്നു എന്ന് തിരിച്ചറിയുകയും വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തെ ആ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളുടെ ഉള്ളിൽ വെച്ച് നമ്മൾ സ്വയം വിശകലനം നടത്തുകയും സ്വയം വിമർശനം നടത്തുകയും തെറ്റിദ്ധരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയും ചെയ്യണം. പ്രിയമുള്ളവരെ, ഞാൻ ആവർത്തിച്ചതും അല്ലാത്തതുമായ ഇതുപോലുള്ള അല്ലാഹുവിന്റെ ആയത്തുകൾ അതുമ്മത്ത് സ്വായത്തമാക്കിയാൽ, അതുമ്മത്ത് സംശീകരിച്ചാൽ, ചരിത്രത്തിൽ ഇന്നലെ നേടിയ വിജയങ്ങൾ ഉമ്മത്ത് വീണ്ടും ആവർത്തിക്കും ഇൻഷാ അല്ലാഹ്. അത് തീർച്ചയായ കാര്യമാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.